ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ വീണ്ടും ആ ഒരു തെങ്ങുംതൈ വെച്ച സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കിരണേട്ട എന്തൊരു ടെൻഷൻ ഉണ്ടോ? എനിക്കൊരു ടെൻഷനില്ല കല്യാണി. പിന്നെ ഈ തെങ്ങുംതൈ ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ വെക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നി. അതെന്താ കിരണേട്ട? അല്ല, വേറെ അപ്പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് കഴിയുമ്പോൾ ഇവിടെയായിരിക്കും കൂടുതൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുന്നത്. അച്ഛന്റെ വീടുണ്ടല്ലോ, അവിടെ പിന്നാമ്പുറത്ത് എങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അവിടെ ഷാരിയാന്റെ ഒക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് വെക്കാതിരുന്നത്. ഇപ്പൊ തോന്നുന്നു അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അത് ശരിയാക്കിയാണ് കേട്ടാ. ആ പോലീസുകാരെ ഇനി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീടൊക്കെ ആയിരിക്കും ഒരു സെർച്ച് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി പറമ്പും കാര്യങ്ങളൊക്കെ തന്നെ നോക്കും. അതാ ഒരു ടെൻഷൻ. പിന്നെ ഇപ്പൊ കൃഷിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കാണുമ്പോ തന്നെ ഏറെക്കുറെയൊക്കെ മനസ്സിലാവും. കിരണേട്ടൻ പോലും എന്നോട് പറഞ്ഞിരുന്നില്ല ഗംഗാപ്രസാദിനെ കൊന്നു, ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ എനിക്കിത് കണ്ടപ്പോ തന്നെ ആദ്യം തന്നെ സംശയം തോന്നിയായിരുന്നു. ഈ ഒരു തോട്ടം ഇങ്ങനെ എടുത്ത രീതി കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. ഇങ്ങനെ കല്യാണി പറയും. കിരൺ പറയട്ടെ, ഇനിയിപ്പൊ എന്തെങ്കിലും ആവട്ടെ കല്യാണി, പിടിക്കപ്പെടണമെങ്കിൽ പിടിക്കപ്പെടട്ടെ. ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ എനിക്കൊരു ഒന്നുകൊണ്ടും ഒരു ടെൻഷനും ഇല്ല. കമ്പനി നോക്കി നടത്താൻ നീയുണ്ട്, കുഞ്ഞിനെ ഒരുവിധം അവരെ നോക്കാനും നീയുണ്ട്, പിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കൂടെ തന്നെയുണ്ട്. നിന്റെ അമ്മ അച്ഛൻ എല്ലാവരും സേഫ് ആണ്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണത്? പിന്നെ ഗംഗപ്രസാദിനെ പോലത്തെ ഒരു കൊലയാളിനെ കൊന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നാളെ ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ സ്വയം സമാധാനിക്കുന്നുണ്ടെങ്കിൽ കിരണിന്റെ മനസ്സിൽ ചില ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ കിരൺ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണം കല്യാണി, നമ്മുടെ ആദർശിന്റെ സഹായം കൂടിയേ തീരൂ. ആദർശിനെ ഇപ്പൊ നമ്മൾ സഹായിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ സഹായിക്കാൻ ഏറ്റതാണല്ലോ കിരണേട്ടാ. അതെ, ആദർശിന് ആ AM ജ്വല്ലറിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരാളെ സ്പൈ വർക്കിനോട് ഒരാൾ അവിടെ വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് വഴി കാര്യങ്ങളൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കണം. പിന്നെ ആദർശിനോട് ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശ് എന്തായാലും ഈ കാര്യം നവീനോട് പറയും. നവീൻ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നവീനോട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ കുറച്ചുകൂടി ആൾക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ്സും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കാലോ. അത് നന്നായി കിരണേട്ടാ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആദർശേട്ടനെ പോയി കണ്ടിട്ട് കിരണേട്ട കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കേ. നേരിട്ട് പോകാൻ നല്ലത്. അതിന് അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ കല്യാണി, കുഴപ്പമില്ല, നമുക്ക് ഉള്ളടുത്ത് പോയിട്ട് സംസാരിക്കാം. നീ ഇവിടെ നിൽക്കണം എന്തായാലും. ഞാനിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. എങ്ങാനും എന്നെ വന്ന് അന്വേഷിച്ചപ്പോൾ തീർന്നു. എന്നാൽ ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. ആരെങ്കിലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ വർക്കിന്റെ കാര്യത്തിനായിട്ട് അവിടെ എവിടെയെങ്കിലും പോയിന്ന് നീ പറഞ്ഞാൽ മതി. ശരി കിരണേട്ടാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സരയുവിനെ കാണാൻ വേണ്ടി വെറുതെ കിരൺ അങ്ങനെ താരയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ ബെല്ലടിക്കുമ്പോഴേക്ക് താരയാണ് വാതിൽ തുറക്കണം. അപ്പൊ വാതിൽ തുറക്കുമ്പോ കിരണിനെ കാണുന്നുണ്ട്. കിരൺ വാന്ന് പറഞ്ഞിട്ട് താര വിളിക്കാണ്. സരയു എന്തേ മുകളിലുണ്ടെന്ന് താര കാണിക്കുന്നുണ്ട്. സരയുവിനിപ്പോ ഒത്തിരി മാറ്റമുണ്ട്. ഞാനും കല്യാണിയും കൂടി കുഞ്ഞിനെ മനോഹറിനെ കാണിക്കാൻ പോയല്ലോ, അതിന്റെ നല്ല നീരസം ഉണ്ടായിരുന്നു അവൾക്ക്. പിന്നെ അവൾ എന്നോടുള്ള ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറി. പക്ഷെ കല്യാണി അടുത്ത് കുറച്ച് ദേഷ്യമായിരുന്നു. ഇന്ന് കല്യാണി സംസാരിച്ചപ്പോ ആ ദേഷ്യം മാറി. സരയു ഇപ്പൊ പഴയ സരയു അല്ല ആന്റി. സരയുവിന് നല്ല വ്യത്യാസമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. മുമ്പൊക്കെ അവൾ നന്നായിരുന്നെങ്കിലോ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാനും അതുപോലെ തന്നെ സോണിയൊക്കെ ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അവളും നന്നായിട്ട് നമ്മളെ പോലെയൊക്കെ ചിന്തിച്ച് നമ്മളെ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവളെ ഒരിക്കലും മനോഹരന്റെ വലയിലൊന്നും വീടില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോരോ നിമിത്തങ്ങൾ ഉണ്ടല്ലോ ആന്റി. അല്ല, സരയു എവിടെയാന്നാ പറഞ്ഞത്? മുകളിലല്ലേ? അവളോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ മുകളിലേക്ക് പോവാണ്. അപ്പൊ സരയു അറിഞ്ഞിട്ടേ ഇല്ല, കിരൺ നിലത്ത് വന്ന കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. കിരണിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു. പുറത്ത് നോക്കിയിട്ട് കിരണായിട്ടുള്ള പഴയ കാര്യങ്ങളും കിരണും കൂടി പഴയ മുമ്പ് ഡ്രസ്സ് എടുക്കാൻ പോയതും സോണിയും കിരണും സരയും കൂടി അടിച്ചു പൊളിച്ച നിമിഷങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത് എന്തോ സ്വപ്നത്തിൽ എന്തുപോലെ തന്നെ. കിരണിനെ കാണുമ്പോ സരുവിന് എന്തെന്നില്ലാത്ത പോലെ അത് സന്തോഷം കേട്ടോ. അപ്പൊ കിരൺ ചോദിക്കണ്ട, എന്താ സരയു നിനക്കിന്ന് ഭയങ്കര സന്തോഷത്താണല്ലോ, എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സന്തോഷം. അറിയില്ല കിരണെ, എന്തോ വല്ലാതെ സന്തോഷം. എനിക്ക് മനസ്സിലായി, കല്യാണിയെ നിന്റെ പിണക്കം മാറി, അതിന്റെ സന്തോഷമല്ലേ? അപ്പൊ സരയു മനസ്സിലാക്കണം, പിന്നെ മാങ്ങാത്തോലി, അവളിപ്പോ പിണങ്ങിയാലും ഇല്ലെങ്കിലും എന്താ സരയു അങ്ങനെയല്ലേ? ചിലപ്പോ അതായിരിക്കും കിരണെ, എന്താന്നറിയില്ല, മനസ്സിന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെ. എന്തായാലും നീ 2 ദിവസം കമ്പനിയിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവണം കേട്ടോ. എന്താ കിരണെ, നീ കമ്പനിയിൽ 2 ദിവസം വരുന്നില്ലേ? അല്ല, എനിക്ക് ചെറിയ തിരക്കുണ്ട്, ഞാൻ വരുമായിരിക്കും, എന്നാലും നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം.
വേണം. അതെന്താ പറച്ചിലാ കിരണേ? നീ ഇല്ലാത്ത സമയത്ത് കമ്പനിയൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി നടത്താടാ, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ സഹായത്തിന് ഹരിയേട്ടനുണ്ടല്ലോ. അതേതായാലും നന്നായി. അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാ സരിയു ഞാൻ വന്നത്. ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. നേരത്തെ ഇറങ്ങിയടാ, കുഞ്ഞായിട്ട് പുറത്തു പോണമായിരുന്നു. പിന്നെ കൺമണിമോളുടെ കാര്യം ഓർത്ത് നീ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണം കേട്ടോ. കൺമണിമോള് എനിക്ക് കല്ലുമോനെ പോലെ തന്നെയാ. അതെനിക്ക് അറിയാൻ കിരണേ. നീ കല്ലുമോനെ സ്നേഹിക്കുന്ന പോലെ തന്നെ കൺമണിമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതെ സരിയോ, മുമ്പ് എന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ എന്റെ അമ്മയും അച്ഛനല്ല, അമ്മയും അതുപോലെ തന്നെ അമ്മ നിന്നെയും എന്നെയും സോണിനെയൊക്കെ വേറെ വേറെ ആയിട്ട് കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും ഒരു മക്കളായിട്ടാ കണ്ടത്. നിന്റെ അച്ഛനും അതെ, അതായത് എന്റെ അങ്കിൾ എന്ന് പറഞ്ഞ ആള് ഒരു സമയത്ത് ഞാൻ നീ വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ എന്നോട് എന്തൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെയല്ലേ സരിയോ കഴിഞ്ഞത്. പിന്നീടല്ലേ എല്ലാ കാര്യങ്ങളും തകിടം മറന്നത്. സരിയോ മനസ്സ് വിചാരിക്കണം, അതെ ആ കല്യാണി വന്നതോട് കൂടി തന്നെയാണ് കുടുംബം നാറാണക്കല്ലെടുത്തു പോയത്. സരിയോ എന്നാൽ ഞാൻ ശരി പോവാട്ടോ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണേ സരിയോ. അതൊക്കെ ഞാൻ ചെയ്തോളാടാ. ശരി എന്നാ. ശരി എന്ന് പറഞ്ഞിട്ട് കിരണും അവിടെ നിന്ന് പോവാണ്. സരിയോനാണെങ്കിൽ മനസ്സിൽ ഭയങ്കര സന്തോഷമോ, കിരൺ തന്നെ കാണാൻ വന്നല്ലോ. ആ ഒരു സന്തോഷമാണ് സരിയുവിന്റെ മനസ്സിൽ അപ്പോഴും കേട്ടോ. അങ്ങനെ കിരണാണെങ്കിൽ സഹായത്തിന് വേണ്ടി പത്തരമാറ്റിലെ ആദർശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആദർശ് പറഞ്ഞിട്ട് നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഈ ഗംഗപ്രസാദിനെ പോലത്തെ ഒരു ആളെ കാണാനെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി പരാതി കൊടുത്തു. ശരിയാണ്, ആ സിഎക്ക് എന്ത് ആവശ്യമിരിക്കണം ഇതൊക്കെ അന്വേഷിക്കാനായിട്ട്. അപ്പൊ കിരൺ പറഞ്ഞ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഒരാളെ കാണാതാകുമ്പോഴാണ് പരാതി കൊടുത്ത പോലീസുകാരുടെ ഡ്യൂട്ടിയല്ലേ അന്വേഷിക്കാന്നുള്ളത്. പിന്നെ അയാള് ഗംഗപ്രസാദ് അന്വേഷിക്കണത് അവനെ ജീവനോട് എടുത്തിട്ട് പൂമാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, അവനെ രണ്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ സിയെ മനസാക്ഷിയുള്ള ആള് തന്നെയാണ്. ഗംഗപ്രസാദിനെ കണ്ടുപിടിച്ചാലും ചിലപ്പോ ഞാൻ ആണ് തെറ്റ് ചെയ്തെങ്കിലും ചിലപ്പോ രക്ഷിക്കാൻ ചാൻസ് ഉണ്ടെന്നാ എനിക്ക് തോന്നാതെ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ ശരിയാടാ, നീ പറഞ്ഞിടത്തോളം ആ സിയെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഗംഗപ്രസാദിനെ കണ്ടെടുക്കുക, അത് മാത്രമുള്ള അയാളുടെ ഉദ്ദേശം. അഥവാ അവൻ മരിച്ചാണെങ്കിൽ പോലും നീയാണ് അതിന് പിന്നിലെന്ന് അയാൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ആയാൽ കൊള്ളാം. അതല്ല, എനിക്ക് ഇനി ജയിലിൽ പോവേണ്ടി വന്നാലും നവീന്റെ സഹായം എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാടാ, അതൊന്നും വേണ്ടി വരില്ല. നീ നിനക്ക് ജയിലിലൊന്നും പോകേണ്ടി വരില്ല, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് താരേനെയാണ്ടോ. താരയുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം. കാരണം സരിയു വീണ്ടും കിരണിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ കല്യാണിയല്ലേ അവിടെ ഒറ്റപ്പെട്ടു പോണത്, കല്യാണിനെ ചതിക്കുന്ന പോലെയല്ലേ. അതായത് താരക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാം, പക്ഷെ കല്യാണി എടുത്ത് സത്യങ്ങളൊക്കെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ താര കൈവിട്ടു പോകും. സരിയു കൈവിട്ടു പോകുന്നുള്ള പേടിയാണ്. പക്ഷെ എങ്കിലും ഒരു സമയത്ത് സരിയു തന്നെ അംഗീകരിക്കാത്ത സമയത്ത് പോലും കല്യാണിയായിരുന്നു തന്റെ മോളാന്ന് വിചാരിച്ച് താൻ സ്നേഹിച്ചത്. കല്യാണി അങ്ങനെയല്ല, കല്യാണിക്ക് അറിയാം താര തന്റെ അമ്മയല്ല, എന്നിട്ട് പോലും കല്യാണി നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കല്യാണിയെ ചതിക്കാൻ താരക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് താര ആ ഒരു സത്യം കല്യാണത്ത് പറയാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പറയാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് സരിയു അവിടേക്ക് വരികയും സരിയുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ, താരക്ക് എന്തോ ഒരു കുറ്റബോധം ഉണ്ട്. താര ഈ കാര്യങ്ങളൊക്കെ സരിയുവിനോട് നമ്മുടെ കല്യാണിയുടെ പറയാൻ പോവാന്നൊരു സംശയം സരിയുവിന് തോന്നാണ്. സരിയു താരടുത്ത് പറയണ്ട, അമ്മേ ഞാൻ അമ്മയടുത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം അമ്മ എങ്ങാനും കല്യാണത്ത് പറയാനാ പോടുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ മോള് ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സരിയു വീണ്ടും ഭീഷണിപ്പെടുത്താണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, താര പറഞ്ഞാലും ഇല്ലെങ്കിലും കല്യാണി ഈ സത്യം കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിക്കും കേട്ടോ. ഇനി ഗംഗപ്രസാദ് മരിച്ചോ ഇല്ലയോ എന്നുള്ളതും കൂടി നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചാൽ മതിയായിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.